ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റിൻ്റെ പാർട്ട് 3 ആണ് ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ പാർട്ട് 2 നമ്മൾ കുറേ ടാഗുകളെ പറ്റി പരിചയപ്പെട്ടു. ഈ ഒരു പാർട്ട് 3 നമ്മൾ ഇമേജസ്, വീഡിയോസ്, ഓഡിയോസ് അങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു വെബ്സൈറ്റിലോട്ട് ഇൻസേർട്ട് ചെയ്യാമെന്നാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അതായത് ഇമേജസും വീഡിയോസും ബാക്ക്ഗ്രൗണ്ട് വോയിസൊക്കെ എങ്ങനെയാണ് ആഡ് ചെയ്യുക, അതേപോലെ തന്നെ ഒരു ലിങ്ക് എങ്ങനെയാണ് നമ്മൾ ആഡ് ചെയ്യുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പാർട്ടിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമ്മൾ ഫസ്റ്റ് ചെയ്യാനുള്ളത് എന്താണെന്ന് എല്ലാ ആൾക്കാർക്കും അറിയാമല്ലോ, ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. പാർട്ട് 3 ആണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ഫയൽ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. പാർട്ട് 2 കണ്ട എല്ലാ ആൾക്കാരും ഫോണിൽ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, വെബ്സൈറ്റ് എന്നുള്ള പേരിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ എന്ത് പേരിലാണോ സേവ് ചെയ്ത് ആ ഒരു പേരിലുണ്ടാവും. ഞാനിപ്പോൾ വെബ്സൈറ്റ് എന്ന് പറഞ്ഞ പേരിൽ എൻ്റെ ഫോണിൽ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇവിടെ പാർട്ട് 2 ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ, അതായത് ഈ പാർട്ട് 2 ഉള്ള സ്ഥലത്ത് എന്ത് ചെയ്യുക, നമ്മൾ ഒരു ഫോൾഡർ കൂടി ക്രിയേറ്റ് ചെയ്യുക, പാർട്ട് 3 എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഈ ഒരു പാർട്ട് 3 നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോൾഡറിലായിരിക്കും നമ്മൾ ഇടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ പാർട്ട് 3 എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോൾഡറിനകത്തായിരിക്കും നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ സേവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതൊരു ഇമേജും അല്ലെങ്കിൽ ഏതൊരു വീഡിയോ ആയിക്കോട്ടെ, ഇമേജ് ആയിക്കോട്ടെ, ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ഓഡിയോ ആയിക്കോട്ടെ, എന്തായാലും നമ്മൾ എന്താണോ ഈ ഒരു വെബ്സൈറ്റിലോട്ട് ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അത് നമ്മൾ സേവ് ചെയ്യുന്ന അതേ ഫോൾഡറിൽ തന്നെ ഉണ്ടായിരിക്കണം. അതായത് നമ്മളെ index.html എന്ന് പറഞ്ഞ ഒരു പേജ് ഉണ്ടല്ലോ, ആ പേജ് എവിടെയാണോ നമ്മൾ സേവ് ചെയ്തിട്ടുള്ളത് അവിടെ തന്നെ ഈ ഒരു ഇമേജസൊക്കെ ഉണ്ടായിരിക്കണം. അത് ഇമേജസും ഓഡിയോസും വീഡിയോസും എല്ലാം തന്നെ ആ ഒരു സെയിം ഫോൾഡറിൽ തന്നെ ഉണ്ടായിരിക്കണം. ഓക്കെ, എന്നാൽ മാത്രമേ അത് ലോഡായിട്ട് വരുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ അത് ലോഡായിട്ട് വരില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ ഇമേജസ് ആണോ വേണ്ടത്, ഏതൊക്കെ വീഡിയോസ് ആണോ വെബ്സൈറ്റിലേക്ക് കൊണ്ടുവരേണ്ടത്, ആ ഒരു ഓഡിയോസും വീഡിയോസൊക്കെ എന്ത് ചെയ്യുക, നേരെ കോപ്പി ചെയ്തിട്ട് നമ്മൾ ഈ ഒരു വെബ്സൈറ്റിൻ്റെ ഫോൾഡറിലോട്ട് ആഡ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്. ഫോൾഡറിൽ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യമായിട്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നിങ്ങൾ വെബ്സൈറ്റിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു പിക്ചേഴ്സ് ഉണ്ടാവുമല്ലോ, പിക്ചേഴ്സും വീഡിയോസൊക്കെ ഉണ്ടാവുമല്ലോ, അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. ഏത് ഫോൾഡറിലാണോ അതുള്ളത് ആ ഒരു ഫോൾഡറിൽ പോയിട്ട് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ എൻ്റെ ഡൗൺലോഡ് ഫോൾഡറിൽ കുറച്ച് ഫോട്ടോസും അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ എൻ്റെ വെബ്സൈറ്റിലോട്ട് കൊണ്ടുവന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യമേ തന്നെ ആ ഒരു വീഡിയോസും ഇമേജസൊക്കെ ഉള്ള ആ ഒരു ഫോൾഡറിൽ കയറുവാണ്. ഇപ്പോൾ ഡൗൺലോഡ് ഫോൾഡറിലാണ് എൻ്റെ ഉള്ളത്. ആ ഒരു ഫോൾഡറിൽ ഞാൻ കയറിയതിന് ശേഷം ഇപ്പോൾ ഇവിടെ കാണിച്ചെങ്കിൽ ഈ ഒരു ഇമേജും അതുപോലെ തന്നെ കുറച്ച് ഒരു വീഡിയോ ഉണ്ട്. ഈ ഒരു വീഡിയോയും അതുപോലെ തന്നെ ഈ ഒരു MP3, അതായത് ഈ ഒരു സോങ്ങുമാണ് ഞാൻ എൻ്റെ വെബ്സൈറ്റിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് മൂന്ന് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ ലോങ് പ്രസ് ചെയ്യുക, അല്ലാണ്ട് ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, നിങ്ങളുടെ ഫോൺ അനുസരിച്ചിട്ട് വ്യത്യസ്തമായിട്ടിരിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇപ്പോൾ ഡൗട്ടോ കാര്യങ്ങളോ, ഇത് ആഡ് ചെയ്യുന്ന ടൈമിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ വരുവാണെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഓക്കെ, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും HTML ഈ ഒരു കോഡിങ്ങിനെ പറ്റി അല്ലെങ്കിൽ ഈ ഒരു കോഴ്സിനെ പറ്റി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യമായിട്ട് എനിക്ക് വെബ്സൈറ്റിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ഇമേജ് സെലക്ട് ചെയ്തു. അതേപോലെ തന്നെ ഞാൻ ആ വീഡിയോയും സെലക്ട് ചെയ്തു. അതേപോലെ തന്നെ ആ ഒരു ഓഡിയോയും സെലക്ട് ചെയ്തു. ഓക്കെ, നിങ്ങൾ വെബ്സൈറ്റിലേക്ക് കൊണ്ടുവരാൻ ഇപ്പോൾ നിങ്ങൾ ഇമേജ് മാത്രമാണ് വെബ്സൈറ്റിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഇമേജ് മാത്രം സെലക്ട് ചെയ്താൽ മതി കേട്ടോ. അതിനുശേഷം ഇവിടെ താഴെ മോർ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ചെയ്യുക. അത് കോപ്പി ചെയ്തതിന് ശേഷം നമ്മുടെ ആ ഒരു ഫോൾഡറിൽ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യണം. അതായത് വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഫോൾഡറിൻ്റെ ഉള്ളിൽ നമ്മൾ പാർട്ട് 3 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ന് ക്രിയേറ്റ് ചെയ്ത ഫോൾഡർ ഉണ്ടല്ലോ, ആ ഒരു ഫോൾഡറിനകത്ത് നമ്മൾ ഈ ഒരു ഇമേജസും വീഡിയോസും ഓഡിയോയും കൂടി പേസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, മനസ്സിലായല്ലോ. അതായത് നമ്മൾ ഏത് ഫോൾഡറിലാണോ നമ്മുടെ index.html എന്ന് പറഞ്ഞ ആ ഒരു ഫയൽ സേവ് ചെയ്തിട്ടുള്ളത്, ആ സെയിം ഫയലിൽ, ആ ഒരു സെയിം ഫോൾഡറിൽ തന്നെ ഈ ഒരു ഇമേജസും അതുപോലെ തന്നെ ഓഡിയോസും വീഡിയോസും നമ്മൾ വെബ്സൈറ്റിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന എല്ലാം ആ ഒരു സെയിം ഫോൾഡറിൽ തന്നെ ഉണ്ടായിരിക്കണം. ഓക്കെ, അത് മനസ്സിലാക്കുക. അങ്ങനെ സെയിം ഫോൾഡറിൽ നമ്മൾ കൊണ്ടുവന്ന് ഇടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം എവിടെയാണോ ആ ഒരു ഇമേജസ് അല്ലെങ്കിൽ ആ ഒരു ഓഡിയോ വീഡിയോ എന്തായിക്കോട്ടെ അത് എവിടെയാണോ ഉള്ളത് അവിടുന്ന് പോയിട്ട് ആദ്യം കോപ്പി ചെയ്യുന്നു. ഇപ്പോൾ ഡൗൺലോഡ് ഫോൾഡറിലാകാം, ചിലപ്പോൾ വാട്സപ്പ് ഇമേജസിലാവാം, എവിടെ ആയാലും നിങ്ങൾ എന്ത് ചെയ്യുക, അവിടുന്ന് കൊണ്ടുപോയിട്ട് അവിടുന്ന് സെലക്ട് ചെയ്തിട്ട് കോപ്പി അടിച്ചിട്ട് ഈ ഒരു അല്ലെങ്കിൽ മൂവ് അടിച്ചാൽ മതി. മൂവ് അടിച്ചിട്ട് ജസ്റ്റ് ഈ ഒരു ഫോൾഡറിലോട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമ്മുടെ വെബ്സൈറ്റുള്ള ആ ഒരു വെബ്സൈറ്റിൻ്റെ index.html എന്ന് പറഞ്ഞ ആ ഒരു ഫയൽ നമ്മൾ സേവ് ചെയ്യുന്ന ആ ഒരു സെയിം ഫോൾഡറിലേക്ക് തന്നെ നമ്മളിത് കൊണ്ടുവന്ന് സേവ് ചെയ്യണം. ഓക്കെ, ഞാനിപ്പോൾ അങ്ങനെ സേവ് ചെയ്തിട്ടുണ്ട്. സേവ് ചെയ്തതിന് ശേഷം എനിക്ക് ഇവിടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ ഇമേജസിൻ്റെ അതുപോലെ തന്നെ വീഡിയോയുടെയൊക്കെ പേരൊന്ന് ചേഞ്ച് ചെയ്യണം. ഓക്കെ, അതിനായിട്ട് ജസ്റ്റ് ലോങ് പ്രസ് ചെയ്യുക. അതിനുശേഷം മോറിൽ ക്ലിക്ക് ചെയ്തിട്ട് റീനെയിം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ റീനെയിം എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഫസ്റ്റത്തെ ഒരു ഇമേജിന് ഞാൻ ലോഗോ എന്ന് കൊടുക്കുകയാണ്. ലോഗോ എന്ന് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, എല്ലാം ക്യാപിറ്റലും സ്മോളൊക്കെ നിങ്ങൾ കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളിവിടെ ക്യാപിറ്റൽ കൊടുത്തിട്ട് കോഡിങ്ങിൽ സ്മോൾ ലെറ്റർ കൊടുത്താൽ വർക്കാവില്ല. അതുകൊണ്ട് തന്നെ കറക്റ്റ് സ്പെല്ലിംഗ് നോക്കിയിട്ട് കൊടുക്കുക. ഞാനിപ്പോൾ എല്ലാം സ്മോൾ ലെറ്ററാണ് കൊടുക്കുന്നത്. logo.jpg എന്ന് പറഞ്ഞിട്ടൊരു ഇമേജ് ഫയലുണ്ട്. അതുപോലെ തന്നെ വീഡിയോ ഫയലിൻ്റെ പേരും ഞാൻ മാറ്റുവാണ്. ജസ്റ്റ് റീനെയിം കൊടുത്തിട്ട് വീഡിയോ തന്നെ ആക്കാണ്. ഓക്കെ, വീഡിയോ എന്നാക്കിയിട്ടുണ്ട്. സ്പെല്ലിംഗ് എല്ലാം സ്മോൾ ലെറ്ററാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. video.mp4 എന്ന് പറഞ്ഞൊരു വീഡിയോ ഫയലുണ്ട്. അതുപോലെ തന്നെ intro.mp3 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മ്യൂസിക് ഫയലും ഉണ്ട്. ഓക്കെ,
ഇൻട്രോ വേണ്ട, ഇൻട്രോ മതി. ഓക്കെ, ഈ ഒരു സ്പെല്ലിങ് കറക്റ്റായിട്ട് നോക്കി വെക്കുക. സ്മോൾ ലെറ്റർ ആയാലും വലിയ അക്ഷരമായാലും ചെറിയ അക്ഷരമായാലും രണ്ടും രണ്ടാണ്. ഓക്കെ, കോഡിങ്ങിൽ നമ്മൾ വലിയ അക്ഷരവും ചെറിയ അക്ഷരവും രണ്ടും രണ്ടാണ്, അത് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഒരു ഫോൾഡറിനകത്ത് ഇമേജസ് ഒക്കെ കൊണ്ടുവന്നിട്ടു. അതിനുശേഷം അത് റീനെയിം ചെയ്തു. അതായത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് റീനെയിം ചെയ്തു. ഇനി നമുക്ക് കോഡിങ് ചെയ്ത് തുടങ്ങാം. ഒരു വെബ്സൈറ്റിൽ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഇമേജസ്, വീഡിയോസ്, ഓഡിയോസ് എങ്ങനെയാണ് ഈ ഒരു വെബ്സൈറ്റിലോട്ട് കൊണ്ടുവരാൻ നോക്കാം. ഓക്കെ, അതിനായിട്ട് നിങ്ങൾ ആദ്യമായിട്ട് തന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഞാനിപ്പോൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത ആ ഒരു കോഡിൻ്റെ ബാക്കിയിട്ട് ജസ്റ്റ് ഇവിടെ ക്ലോസ് ബട്ടൺ ഇല്ലേ, ഈ ക്രോസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലോസ് ആവും. ഓക്കെ കൊടുത്താൽ മതി, അത് ക്ലോസ് ആയിട്ടുണ്ട്. നമുക്ക് പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ കഴിഞ്ഞ പാർട്ട് കണ്ടവർക്ക് അറിയായിരിക്കും, ഈ ഒരു പെൻസിലിൻ്റെ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം റീനെയിം എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് index.php എന്നുള്ള പേരിൽ index.html എന്നുള്ള പേരിൽ ഒരു പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക, ഫയൽ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, index.html എന്ന് പറഞ്ഞ പേരിൽ തന്നെ ക്രിയേറ്റ് ചെയ്യണം. കാരണം ഇൻഡെക്സ് ആണ് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഫസ്റ്റ് പേജ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ index.html എന്നുള്ള പേരിൽ തന്നെ നമ്മൾ ഫയൽ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എന്താണ് ചെയ്തത് അതേപോലെ തന്നെ HTML ബേസിക് ടാഗ് ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നു. അത് HTML5 എന്ന് അടിച്ചിട്ട് എൻ്റർ അടിക്കുന്നു. അപ്പോൾ HTML ബേസിക് ടാഗ് ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്യും. അതിനുശേഷം നമ്മളൊരു ടൈറ്റിൽ കൊടുക്കേണ്ടതുണ്ട്. ടൈറ്റിൽ എന്താ കൊടുക്കുക, മൾട്ടിമീഡിയ എന്ന് കൊടുക്കാം. മൾട്ടിമീഡിയ എന്ന് ടൈറ്റിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഹെഡിനകത്തൊന്നും കൊടുക്കുന്നില്ല. പിന്നെ ബോഡിക്കകത്താണല്ലോ നമ്മളെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബോഡി നമ്മൾ സെലക്ട് ചെയ്യുന്നു. ബോഡിക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ നമ്മൾ സെറ്റ് ചെയ്യുകയാണ്. ബോഡിക്ക് എങ്ങനെ ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചതാണ്. അതറിയാത്തവരുണ്ട്, കഴിഞ്ഞ വീഡിയോ കാണാത്ത ആരെങ്കിലും ഇവിടെ വരുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ആ ഒരു ബാക്കിയുള്ള പാർട്ടൊക്കെ കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു പാർട്ട് കാണാം. ഓക്കെ, അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. നമ്മൾ ബോഡിയുടെ കളറൊന്ന് മാറ്റാൻ പോവാണ്. BG കളർ = എന്ന് കൊടുത്തിട്ട് ജസ്റ്റ് ബോഡിയുടെ കളർ ഇവിടെ ചേഞ്ച് ചെയ്യാണ്. ബോഡിയുടെ കളറ് ഗ്രീൻ കൊടുക്കാം. ഓക്കെ, ബോഡിയുടെ കളർ ഗ്രീൻ വേണ്ട, ജസ്റ്റ് നമ്മുടെ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ബ്രൗൺ തന്നെ കൊടുക്കുക, അതായിരിക്കും ബെസ്റ്റ്. ബ്രൗൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബോഡിയുടെ കളർ ബ്രൗൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ബ്രൗൺ കളർ വരും. ഇനിയിപ്പോൾ ടെക്സ്റ്റിൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റ് = എന്ന് പറഞ്ഞിട്ട് ടെക്സ്റ്റിൻ്റെ കളർ ഞാൻ കൊടുക്കാൻ വേണ്ടി പോകുന്നത് വൈറ്റ് തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ചെയ്ത അതേ സെയിം പ്രോസസ്സ് തന്നെയാണ് ചെയ്യുന്നത്. ബ്രൗണും അതുപോലെ തന്നെ വൈറ്റും കൊടുത്തു. ഓക്കെ, ഇനി നമ്മൾ ഇതിലോട്ട് ഇമേജസ് ആഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. ആദ്യമായി തന്നെ നമുക്ക് ഇമേജസ് എങ്ങനെ ആഡ് ചെയ്യാൻ നോക്കാം. ഓക്കെ, നമുക്ക് ഇനി ഇമേജസ് എങ്ങനെ ആഡ് ചെയ്യാൻ നോക്കാം. ഇമേജസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗാണ് IMG ടാഗാണ് നമ്മൾ ഇമേജസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതായിട്ട് IMG എന്ന് അടിക്കുക, എന്നിട്ട് എൻ്റർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോഴേക്കും SRC Alt എന്നൊക്കെ പറഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ടാവും. ഈ SRCയുടെ അകത്താണ് നമ്മൾ ആ ഒരു ഇമേജിൻ്റെ പേര് കൊടുക്കേണ്ടത്. നമ്മൾ നേരത്തെ ഇമേജിൻ്റെ പേര് കൊടുത്തത് logo.jpg ആണ്. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ എന്താണോ ആ ഒരു ഇമേജിൻ്റെ പേര് കൊടുത്തത് ആ ഒരു പേരായിരിക്കണം ഇവിടെ കൊടുക്കേണ്ടത്. എൻ്റെ JPG ആയതുകൊണ്ട് ഞാൻ JPG കൊടുത്തു. നിങ്ങളുടെ PNG ആണെങ്കിൽ PNG തന്നെ കൊടുക്കണം കേട്ടോ. അവിടെ എന്താണോ ഉള്ളത് നമ്മൾ റീനെയിം ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. അതേപോലെ തന്നെ ചെറിയ അക്ഷരം സ്പെല്ലിംഗ് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ആൾട്ട് എന്ന് പറഞ്ഞിട്ടാണ് ആൾട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കാരണവശാൽ ഇവിടെ ഈ ഒരു ഇമേജ് ലോഡ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ടെക്സ്റ്റ് എഴുതി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആൾട്ട് എന്ന് പറയുന്ന ഒരു കോഡ് യൂസ് ചെയ്തത്. ഞാൻ ആൾട്ടിനകത്ത് വെറുതെ ലോഗോ എന്ന് മാത്രം ടൈപ്പ് ചെയ്തു. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഒരു ഇമേജ് അവിടെ വന്നിട്ടില്ല. ഓക്കെ, ഫസ്റ്റ് തന്നെ നമുക്ക് എററാണ് കിട്ടിയിട്ടുള്ളത്. ആ ഇമേജ് അവിടെ വന്നിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഫയൽ സേവ് ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഏത് ഫോൾഡറിലാണോ ഈ ഒരു ഇമേജസ് ഒക്കെ സേവ് ചെയ്തിട്ടുള്ളത് ആ ഒരു ഫോൾഡറിൽ, ആ ഒരു സെയിം ഫോൾഡറിൽ തന്നെ ഈ ഒരു index.html എന്ന് പറയുന്ന ഫയലും ഉണ്ടായിരിക്കണം. ഓക്കെ, ഇപ്പോൾ ഞാൻ സേവ് ചെയ്യാൻ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുന്നു, സേവ് അസ് കൊടുക്കുന്നു, സെലക്ട് ഫോൾഡർ കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ നേരത്തെ പാർട്ട് 2ലാണ് സേവ് ചെയ്തത്. അപ്പോൾ നമുക്ക് പാർട്ട് 3 എന്ന് പറയുന്ന ആ ഒരു ഫോൾഡറിലാണ് സേവ് ചെയ്യേണ്ടത്. അതിനായിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു, ആഡ് പാത്ത് കൊടുക്കുന്നു, ഫോൾഡർ സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എങ്ങനെയാണ് ചെയ്തത് അതേപോലെ തന്നെ നിങ്ങൾ പാത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇവിടെ വെബ്സൈറ്റിൽ പാർട്ട് 3 സെലക്ട് ചെയ്യുന്നു, യൂസ് ദിസ് ഫോൾഡർ കൊടുക്കുന്നു, അലോ കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു പാർട്ട് 3ൽ നമ്മൾ ഇവിടെ കണ്ടോ നമ്മുടെ ഇമേജസും ഒക്കെ ആൾറെഡി ഉണ്ട്. അവിടെ നമ്മൾ സേവ് ചെയ്യാണ്, ഈ ഒരു ഫയലും നമ്മൾ സേവ് ചെയ്യാണ്. ഓക്കെ, ഇനി ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം. ഇനി ജസ്റ്റ് റൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഒരു ഇമേജസ് ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ സൈസിലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, വെബ്സൈറ്റ് മുഴുവനായിട്ട് ഈ ഒരു ഇമേജ് ഉണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇതിൻ്റെ സൈസ് കുറക്കാൻ നോക്കാം. സൈസ് കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ടാണ് ഹൈറ്റും വിഡ്ത്തും. ഓക്കെ, അപ്പോൾ ആട്രിബ്യൂട്ട് എന്താണെന്ന് നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. നമ്മൾ BG കളറൊക്കെ കൊടുക്കുമ്പോൾ ആട്രിബ്യൂട്ടായിട്ടാണ് കൊടുത്തത്. അതേപോലെ തന്നെയാണ് സൈസും വിഡ്ത്തും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സൈസും വിഡ്ത്തും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആൾട്ട് ടാഗിൻ്റെ കഴിഞ്ഞതിന് ശേഷം, അതായത് ഈ ഒരു എൻഡിങ് ടാഗ് ഉണ്ടല്ലോ, എൻഡിങ് ടാഗ് തുടങ്ങുന്നുണ്ടല്ലോ, ഈ സ്ലാഷ് തുടങ്ങുന്നുണ്ടല്ലോ, അതിന് മുമ്പിലായിട്ടാണ് നിങ്ങൾ കൊടുക്കുക, അതിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ഇവിടെ ഞാൻ വിഡ്ത്ത് എന്ന് കൊടുക്കുകയാണ്. വിഡ്ത്ത് = കൊടുക്കുക. വിഡ്ത്ത് എന്ന് അടിച്ചിട്ട് എൻ്റർ അടിക്കുക, അല്ലെങ്കിൽ വിഡ്ത്ത് എന്ന് അടിച്ച് = ഇട്ടിട്ട് ഡബിൾ കൊട്ടേഷനകത്ത് എത്രയാണോ % കൊടുക്കുക.
ഞാനിപ്പോൾ ഒരു 50% കൊടുക്കുന്ന ഒരു വിഡ്ത്ത് 50% കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം ഇതിൻ്റെ ഡബിൾ കൊട്ടേഷൻ കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഹൈറ്റ് ഏകദേശം ഒരു 30% കൊടുക്കുക. അതിനായിട്ട് ഹൈറ്റ് എന്നടിച്ചിട്ട് സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. അവിടെ 30% കൊടുത്തിട്ട് സേവ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം. ഇവിടെ കാണാൻ സാധിക്കും ആ ഒരു ഇമേജസ് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ കൊടുത്ത അതേ റേഷ്യോയിൽ വന്നിട്ടുണ്ട്. അതായത് 50% വിഡ്ത്തിലും അതുപോലെ തന്നെ 30% ഹൈറ്റിലും ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇതിൽ ഇമേജസ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഇമേജസ് ആഡ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗാണ് ഈ IMG ടാഗ്. അത് മനസ്സിലാക്കാം. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഒരു BR ടാഗ് ഇട്ട് കൊടുക്കാം. ഒരു ലൈൻ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് BR ടാഗ് ഇട്ട് കൊടുക്കാം. കാരണം 2 ലൈന് ബ്രേക്ക് ചെയ്തോട്ടെ. അതിനുശേഷം നമുക്ക് അടുത്തതായിട്ട് വീഡിയോ, അതായത് ഒരു വീഡിയോ എങ്ങനെയാണ് ഈ ഒരു വെബ്സൈറ്റിലോട്ട് കൊണ്ടുവരാൻ നോക്കാം. അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗാണ് എംബഡ്. ഓക്കെ, എംബഡ് EMBED എംബഡ് എന്ന് കൊടുക്കുക. അതിനുശേഷം എൻ്റർ അടിച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും SRC എന്ന് പറഞ്ഞിട്ട് സോഴ്സ് അടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ ടൈപ്പ് ഉണ്ട്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, വീഡിയോ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ടാഗ് യൂസ് ചെയ്തതിന് ശേഷം, അതായത് ഈ ഒരു ടാഗ് വിളിച്ചതിന് ശേഷം SRC ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് കാണാൻ സാധിക്കും. ഈ ഒരു SRC ഈക്വൽ ടുവിൻ്റെ അകത്ത് ഡബിൾ കൊട്ടേഷനിനകത്ത് നമ്മുടെ ഫയൽ നെയിം നമ്മൾ കൊടുക്കണം. നേരത്തെ എങ്ങനെയാണ് ഇമേജിന് കൊടുത്തത് അതേപോലെ തന്നെ ഫയൽ നെയിം നമ്മൾ കൊടുക്കണം. ഡബിൾ കൊട്ടേഷൻ്റെ അകത്ത് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. SRC എന്നിട്ടതിന് ശേഷം എൻ്റെ ഫയൽ നെയിം, അതായത് എൻ്റെ വീഡിയോയുടെ ഫയൽ നെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ സേവ് ചെയ്തത് video.mp4 ആണ്. ഓക്കെ, video.mp4 ആണ്. അതവിടെ അടിച്ചു കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഫയൽ നെയിം അറിയില്ല എന്നുണ്ടെങ്കിൽ 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഫയൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഓക്കെ, ഫയൽ നെയിം നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാക്കാം. പിന്നെ ടൈപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കാണാൻ സാധിക്കും. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോ ഫയൽ വീഡിയോ ആണോ അത് ഏത് ഫോർമാറ്റിലാണ് എന്നാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ടൈപ്പ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഒരു കൊട്ടേഷൻ മാത്രമേ ഉള്ളൂ. നമുക്ക് ഒരു കൊട്ടേഷൻ കൂടി അവിടെ ഇട്ട് കൊടുക്കാം. ഒരു ഡബിൾ കൊട്ടേഷൻ കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യുക, വീഡിയോ എന്ന് എഴുതാം. നമ്മുടെ ഈ ഒരു വീഡിയോ, അതായത് വീഡിയോ ആണല്ലോ, വീഡിയോ ആണെങ്കിൽ നിങ്ങൾ വീഡിയോ എന്ന് എഴുതണം, ഓഡിയോ ആണെങ്കിൽ ഓഡിയോ എന്ന് എഴുതണം. അതിന് വേണ്ടിയിട്ടാണ് വീഡിയോ എന്ന് എഴുതിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എന്ന് എഴുതിയാൽ മാത്രം പോരാ, വീഡിയോ എന്ന് എഴുതിയിട്ട് ഒരു സ്ലാഷ് ഇട്ടിട്ട് MB4 എന്ന് കൂടി എഴുതണം. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോ ആണ് ഇവിടെ അടിക്കുന്നത്, അതുപോലെ തന്നെ അത് MB4 ഫോർമാറ്റിലാണ് ഉള്ളതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ അടിക്കുന്നത്. ഓക്കെ, MB4 ഫോർമാറ്റാണ്, ഏത് ഫോർമാറ്റിലാണ് അവസാനിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഇവിടെ ഫയലിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടെ .mp4ലാണ് അവസാനിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ MB4 കൊടുത്തത്. ഇപ്പോൾ .mp3 ആണെങ്കിൽ നമ്മൾ MP3 എന്നാണ് കൊടുക്കുക. ഓക്കെ, നമുക്ക് ഓഡിയോ കൊടുക്കുമ്പോൾ മനസ്സിലാക്കാം. ഇവിടെ ഞാൻ എംബഡ് എന്ന് കൊടുത്തു, SRCയുടെ അകത്ത് ഫയൽ നെയിം കൊടുത്തു, വീഡിയോയുടെ ഫയൽ നെയിം കൊടുത്തു. അതേപോലെ തന്നെ ടൈപ്പ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ആ ഒരു വീഡിയോയുടെ ജസ്റ്റ് കൊടുത്തത്, അത് വീഡിയോ ആണ്. അതേപോലെ തന്നെ അത് MP4 ഫോർമാറ്റിലുള്ള ഒരു വീഡിയോ ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ടൈപ്പും നമ്മൾ കൊടുത്തു. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി റൺ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഒരു വീഡിയോ അവിടെ വന്നിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. ആ ഒരു വീഡിയോ അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു വീഡിയോ HTML ആഡ് ചെയ്യുന്നത്. ഒരു വെബ്സൈറ്റിലോട്ട് നമ്മളൊരു വീഡിയോ ആഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ എല്ലാ ആൾക്കാരും ഇത് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി നമുക്കൊരു ഓഡിയോ ഫയൽ എങ്ങനെയാണ് ഈ ഒരു വെബ്സൈറ്റിലോട്ട് ഇമ്പോർട്ട് ചെയ്യാൻ നോക്കാം. അതിനും നമ്മൾ യൂസ് ചെയ്യുന്നത് സെയിം കമാൻഡ് തന്നെയാണ്. എംബഡ് എന്ന് പറഞ്ഞ ടാഗ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിനു മുമ്പായിട്ട് നമുക്ക് ജസ്റ്റ് 2 സ്പേസ് ഇട്ട് കൊടുക്കാം. അതിനായി BR ടാഗ് യൂസ് ചെയ്യുന്നു. ഒരു BR ഇട്ടു, വേണം ഒരു HR കൊടുക്കാം. നമ്മൾ BRനല്ലേ എപ്പോഴും കൊടുക്കുന്നത്, രണ്ടും ഒന്ന് തന്നെയല്ലേ, ഒരു വര ഉണ്ടാവുന്നേ ഉള്ളൂ. അപ്പോൾ HR കൊടുത്ത് അതിനുശേഷം താഴെയായിട്ട് ഞാൻ എംബഡ് എന്ന് പറഞ്ഞ ടാഗ് തന്നെ വീണ്ടും വിളിക്കുകയാണ്. ജസ്റ്റ് എംബഡ് എന്ന് അടിക്കുന്നു, എൻ്റർ അടിക്കുന്നു. ഓക്കെ, എംബഡ് ടാഗിൽ വന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്നുകൂടി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എംബഡ് എന്ന് വിളിക്കുന്നു. അതിനുശേഷം SRC എന്നുള്ളതിൻ്റെ ഉള്ളിൽ നമ്മൾ നമ്മുടെ ഓഡിയോ ഫയലിൻ്റെ പേര് കൊടുക്കുകയാണ്. എൻ്റെ ഓഡിയോ ഫയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ intro.mp3 ആണ്. നമ്മൾ സേവ് ചെയ്യുമ്പോൾ ആ ഒരു പേരിലാണ് സേവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ intro.mp3 എന്ന് പറഞ്ഞ പേര് നമ്മൾ സേവ് ചെയ്തു. ടൈപ്പ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓഡിയോ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഓഡിയോ എന്ന് ടൈപ്പ് ചെയ്യുക, ഓഡിയോ സ്ലാഷ് ഇടുക, MP3 എന്ന് അടിക്കുക. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് സേവ് ചെയ്തിട്ട് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് നോക്കിയാണെങ്കിൽ കാണാൻ സാധിക്കും ആ ഒരു ഫയൽ അവിടെ വന്നിട്ടുണ്ട്. ഇവിടെ കാണാൻ സാധിക്കും ആ ഒരു ഓഡിയോ ഇവിടെ പ്ലേ ആവുന്നുണ്ട്. ഓക്കെ, ആ ഒരു ഓഡിയോയും പ്ലേ ആവുന്നുണ്ട്. അതേപോലെ തന്നെ മുകളിൽ ആ ഒരു വീഡിയോയും പ്ലേ ആവുന്നുണ്ട്. നമ്മുടെ ഇമേജും ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓഡിയോയും വീഡിയോയും ഇമേജും നമ്മുടെ ഈ ഒരു ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു ലിങ്ക് HTML കൊടുക്കുക എന്നാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അതായത് ഒരു വെബ്സൈറ്റിൽ നമ്മൾ ഒരു ടെക്സ്റ്റിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് റീഡയറക്റ്റ് ചെയ്തിട്ട് വേറൊരു പേജിലോട്ട് പോകണം. ഓക്കെ, ആ രീതിയിൽ നമ്മളൊരു ലിങ്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്യാമെന്നാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ലിങ്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മളിവിടെ HR ടാഗ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു HR ടാഗ് ഇട്ടു. ലിങ്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗാണ് A ടാഗ്. ഓക്കെ, A ടാഗാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ A ടാഗ് എന്ന് അടിച്ചിട്ട് സ്നിപ്പെറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ലെസ് ദാൻ A ഗ്രേറ്റർ ദാൻ കൊടുക്കുക. ഞാനിപ്പോൾ A അടിച്ചിട്ട് സ്നിപ്പെറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ കാണാൻ സാധിക്കും HRF എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ
ഹാഷ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഈ ഹാഷ് എന്ന് പറഞ്ഞിടത്താണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്. ഓക്കെ, പറഞ്ഞുതരാം. ഇവിടെ HRF എന്ന് പറഞ്ഞിട്ട് ഒരു ഹാഷ് വന്നിട്ടില്ലേ, ഇത് ആട്രിബ്യൂട്ടാണ്. ഓക്കെ, HRF ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് നമ്മൾ എന്താണോ കൊടുക്കുന്നത് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിങ്കാണ്. നമ്മൾ എവിടേക്കാണോ നമ്മൾ ആ ഒരു ടെക്സ്റ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എങ്ങോട്ടാണോ റീഡയറക്റ്റ് ആവേണ്ടത് അതാണ് നമ്മളവിടെ സെലക്ട് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, നമുക്കിപ്പോൾ ജസ്റ്റ് ഒന്ന് റീഡയറക്റ്റ് google.com കൊടുക്കുക. ഗൂഗിളിലോട്ട് റീഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഗൂഗിളിൻ്റെ ലിങ്ക് ഇവിടെ അടിച്ചു കൊടുക്കുക. HTTPS ജസ്റ്റ് എന്ത് ചെയ്യുക, google.com എന്ന് അടിച്ചു കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഗൂഗിളിൻ്റെ ലിങ്ക് നിങ്ങൾ എന്താണോ ഏത് പേജിലോട്ടാണോ നിങ്ങൾക്ക് റീഡയറക്റ്റ് ചെയ്യേണ്ടത്, ആ ഒരു ടെക്സ്റ്റിൻ്റെ മുകളിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏത് പേജിലോട്ടാണ് നിങ്ങൾക്ക് റീഡയറക്റ്റ് ചെയ്യേണ്ടത് ആ ഒരു ലിങ്കാണ് നമ്മളിവിടെ HRFൻ്റെ ഉള്ളിൽ കൊടുക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ ടാഗ് എന്ന് പറഞ്ഞ ടാഗിൻ്റെ ആട്രിബ്യൂട്ടാണ് HRF എന്ന് പറയുന്നത്. ഈ ഒരു HRFൻ്റെ അകത്താണ് നമ്മൾ ഏത് പേജിലോട്ടാണ് നമുക്ക് റീഡയറക്റ്റ് ആവേണ്ടത് ആ ഒരു പേജിൻ്റെ ലിങ്ക് കൊടുക്കുന്നത്. ഓക്കെ, അതിനുശേഷം ഇവിടെ നമ്മുടെ ഈ ഒരു HRF കഴിഞ്ഞാൽ ഈ ടാഗ് ഇവിടെയാണല്ലോ അവസാനിക്കുന്നത്, അതിൻ്റെ ഇതാണ് അവസാനിക്കുന്നത്, ഇതാണ് തുടങ്ങുന്നത്, ഇതിൻ്റെ ഇടയിലാണ് നമ്മൾ കണ്ടൻറ്റ് എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടാഗിൻ്റെ ഇടയ്ക്ക് നമ്മൾ നേരത്തെയൊക്കെ നമ്മൾ H1 ടാഗൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ H1ൻ്റെ അകത്ത് ഹലോ HTML എന്നൊക്കെ കൊടുത്തില്ല. അതേപോലെ തന്നെ നമുക്ക് എന്താണോ അവിടെ എഴുതി കാണിക്കേണ്ടത് അതാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. ടാഗിൻ്റെ ഇടയ്ക്ക് നമ്മൾ കൊടുക്കേണ്ടതാണ്. എന്താണ് അവിടെ എഴുതി കാണിക്കേണ്ടത് അതാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇപ്പോൾ ഞാൻ ഇവിടെ ക്ലിക്ക് ഹിയർ എന്ന് കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ഹിയർ എന്ന് അടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് സേവ് ചെയ്തിട്ട് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ റൺ ചെയ്യുമ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും ഏറ്റവും താഴെയായിട്ട് ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞിട്ട് ബ്ലൂ കളറിൽ ഒരു ടെക്സ്റ്റ് വന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ നേരെ റീഡയറക്റ്റ് ആയിട്ട് ഗൂഗിളിലോട്ട് പോകും. ഓക്കെ, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും google.com പോയിട്ടുണ്ട്, നേരെ ഗൂഗിളിലോട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ഗൂഗിളിൻ്റെ ലിങ്കിന് പകരം നിങ്ങൾക്ക് എന്ത് ലിങ്കും കൊടുക്കാം. നിങ്ങൾ ആ ഒരു ലിങ്കിൽ, അതായത് ഈ ഒരു ടെക്സ്റ്റിൻ്റെ മുകളിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന നേരെ റീഡയറക്റ്റ് ആയിട്ട് നമ്മൾ HRFൻ്റെ അകത്ത് എന്താണോ കൊടുത്ത് ആ ഒരു ലിങ്കിലോട്ട് റീഡയറക്റ്റ് ചെയ്ത് പോകും. ഓക്കെ, ഈ ഒരു HRFൻ്റെ അകത്ത് നമ്മൾ എന്താണോ കൊടുക്കുന്നത് ആ ഒരു പേജിലോട്ടായിരിക്കും നമ്മൾ റീഡയറക്റ്റ് ആയിട്ട് പോകുന്നത്. അത് നമ്മൾ കൊടുക്കേണ്ട സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടാഗിൻ്റെ, അതായത് ഈ ടെക്സ്റ്റ് കൊടുക്കേണ്ട സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടാഗ് അവസാനിക്കുന്നതിൻ്റെയും ഈ ഒരു എൻഡിങ് ടാഗ് ഓപ്പൺ ചെയ്യുന്നതിൻ്റെ ഇടയിലാണ്. ഞാൻ ഇവിടെ കുറച്ച് സ്പേസ് ഇട്ടുവെന്നേ ഉള്ളൂ. ഇത് കറക്റ്റ് ഇങ്ങനെയല്ല കൊടുക്കുക, ഇങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ, ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ ഇടക്കാണ് നമ്മൾ കൊടുക്കേണ്ടത്. ക്ലിക്ക് ഹിയർന്ന് ഇവിടെയാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ ഈ HRFനകത്ത് എവിടെ എന്താണോ കൊടുത്തത് ആ ഒരു ലിങ്കിലോട്ട് റീഡയറക്റ്റ് ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് നോക്കാൻ വേണ്ടിയുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ച് കഴിഞ്ഞത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. ആദ്യമേ തന്നെ നമ്മൾ പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇമേജ് എങ്ങനെ ഇമ്പോർട്ട് ചെയ്യാമെന്നാണ്. ഇമേജ് നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് IMG ടാഗ് നമ്മൾ യൂസ് ചെയ്തു. IMG ടാഗിൻ്റെ ആട്രിബ്യൂട്ട് SRCയുടെ ഉള്ളിലാണ് നമ്മൾ ടാഗ് കൊടുത്തത്, ഇമേജിൻ്റെ ഫയൽ കൊടുത്തത്. ഓക്കെ, പിന്നെ നമ്മൾ വീഡിയോസ് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എംബഡ് എന്ന് പറഞ്ഞ ടാഗ് യൂസ് ചെയ്തു. എംബഡ് എന്ന് പറഞ്ഞ ടാഗ് യൂസ് ചെയ്തിട്ട് അതിനകത്ത് നമ്മൾ ടൈപ്പ് എന്നുള്ളത് MP4, അതായത് video/MP4 എന്ന് കൊടുത്തു. MP4 ആണ് ആ ഒരു വീഡിയോയുടെ ഫോർമാറ്റ്, അതുകൊണ്ട് video/MP4 എന്ന് കൊടുത്തു. അതേപോലെ തന്നെ ഓഡിയോ വരാൻ വേണ്ടിയിട്ട് നമ്മൾ MP3 എന്ന് കൊടുത്തു. ഓക്കെ, MP3 എന്ന് കൊടുത്തപ്പോൾ നമുക്കതവിടെ ഓഡിയോ കിട്ടി. പിന്നെ അടുത്തായിട്ട് നമ്മൾ പഠിച്ചത് ടാഗാണ്. ഓക്കെ, ടാഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലിങ്ക് റീഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗാണ് ടാഗ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ എല്ലാ ആൾക്കാരും ഒന്ന് ഇപ്പം തന്നെ പോയിട്ട് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയതിന് ശേഷം നമ്മുടെ ഗ്രൂപ്പിലോട്ട് വരിക. ഗ്രൂപ്പിൽ ടാസ്ക് ഉണ്ടാവും, ഇന്നത്തെ ടാസ്ക് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ടാസ്ക് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. ആ ഒരു ടാസ്ക് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ എറർ വരും, എറർ വരാതിരിക്കും. എറർ വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് നിങ്ങൾ എന്നോട് ചോദിച്ച് ഡൗട്ട് ക്ലിയർ ആക്കുക. അല്ലാണ്ട് നിങ്ങൾ സെൽഫായിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു എറർ കംപ്ലീറ്റ് ചെയ്ത് വരിക. നമ്മൾ ഓരോ എറർ നമ്മൾ കണ്ടുപിടിച്ചിട്ട് സെൽഫായിട്ട് ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് ഇതിൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, എല്ലാ ആൾക്കാരും ഇന്ന് തന്നെ ചെയ്യുക. നമ്മുടെ അതായത് ഒരു ടാസ്ക് നമ്മൾ ഓരോ വീഡിയോ കഴിയുമ്പോഴോ ഓരോ പാർട്ട് കഴിയുമ്പോഴോ ഓരോ ടാസ്ക് നമ്മൾ ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്. ഓരോ ടാസ്ക് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത്. നമ്മൾ മൾട്ടിമീഡിയ ഇമ്പോർട്ടാണ് പഠിച്ചത്. അതുപോലെ തന്നെ ടാഗ്, അതായത് ലിങ്ക് എങ്ങനെ നമ്മൾ ഈ ഒരു HTML ആഡ് ചെയ്യാൻ കൂടി ഇന്ന് പഠിച്ചിട്ടുണ്ട്. എല്ലാ ആൾക്കാരും ഇപ്പോൾ തന്നെ പോയിട്ടൊന്ന് റിവൈസ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത പാർട്ടായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.